ഓം നമോ ഭഗവതേ സായിശ്വരായ. ശ്രീ സത്യസായി ഭാഗവതം. അത് പാമ്പല്ല, മുള്ള്. സുന്ദരയ്യർ ഭഗവാനൊപ്പം 16 വർഷം ഒരുമിച്ചു കഴിയാൻ ഭാഗ്യം ലഭിച്ച സുകൃതി. ആ സാമീപ്യത്തിൽ നിന്ന് മഹത്തായ പാഠങ്ങൾ പഠിച്ച ഭാഗ്യവാൻ. ഭഗവത് സാമീപ്യം എത്രയോ പേർക്ക് കിട്ടിയിരിക്കുന്നു. പക്ഷേ അത് ശരിയായ ലക്ഷ്യത്തിനായി ഉപയോഗിച്ചവർ എത്ര കുറവ്. കാരണം അഹന്ത തന്നെ. ഭഗവാൻ അരുളിയിട്ടുണ്ട്, എന്നെ കിട്ടണമെങ്കിൽ നീ സീറോയാകണം. എന്നെ കിട്ടാനായി നിന്നെ ഞാൻ 3 തലങ്ങളിൽ സീറോയാക്കും. 1, നിന്റെ ഭൗതിക വസ്തുക്കളെല്ലാം പോകും. 2, നിന്റെ പദവിയും സ്ഥാനവും നഷ്ടപ്പെടും. 3-മതായി ഉറ്റവരും ഉടയവരും നിന്നെ ഉപേക്ഷിക്കും. അങ്ങനെ നീ ആരുമല്ല, ആരുമില്ലാത്തവനാണ് എന്ന് നീ സ്വയം തിരിച്ചറിയുമ്പോൾ എനിക്കായി ദാഹിക്കും. അപ്പോൾ ഞാൻ നിനക്ക് സ്വന്തമാകും. ഇത് 3മാണല്ലോ നമ്മുടെ അഹന്തയുടെ വളം. ബന്ധുബലവും സ്ഥാനമാനങ്ങളും സമ്പാദിച്ച ഭൗതിക വസ്തുക്കളും ഒരുവന്റെ അഹങ്കാരം ചീർത്തു വരാൻ ഇടയാക്കും. ഇതിലൊന്നും കഴമ്പില്ല എന്ന തിരിച്ചറിവ് ഉണ്ടായാലേ ആശ്രയമായ ഭഗവാനിൽ ചിത്തം ദൃഢമായി ഉറയ്ക്കൂ. നിരന്തരമായ സാധനകളിലൂടെ ഭഗവാൻ പകർന്നേകിയ അനുഭവങ്ങളിലൂടെ സുന്ദരയ്യർ ഈ വലിയ പാഠം ഉൾക്കൊണ്ടു. ഭഗവത് സമീപം വർത്തിക്കുന്നത് മൂലം, ആ ഉജ്ജ്വല പ്രകാശത്തിൽ നിൽക്കുന്നത് മൂലം സുന്ദരയ്യർ പ്രശസ്തനായിരുന്നു. ചെറുപ്പം, ആരോഗ്യം, അംഗീകാരം ഇവ ധാരാളം. നന്നായി യോഗാസനങ്ങൾ പരിശീലിക്കുന്നു. ജപധ്യാനങ്ങളും ഉണ്ട്. അഹന്തയ്ക്ക് വളരാൻ പറ്റിയ വളക്കൂറ്. സുന്ദറിന് പാമ്പുകളെ വലിയ ഇഷ്ടമാണ്. തെല്ലും ഭയമില്ലാതെ അവയെ പിടിക്കും. പർത്തിയിൽ വിഷപ്പാമ്പുകൾക്ക് ക്ഷാമവുമില്ലല്ലോ. സുന്ദർ പാമ്പിനെ പിടിക്കുന്ന കാര്യം പുട്ടപർത്തിയിൽ എല്ലാവർക്കും അറിയാം. എവിടെയെങ്കിലും പാമ്പിനെ കണ്ടാൽ സുന്ദർ എത്തും, അല്ലെങ്കിൽ വിളിച്ചു വരുത്തും. അദ്ദേഹം അനായാസേന സർപ്പത്തെ പിടികൂടും. അതിനെ നോവിക്കാതെ മലമുകളിലെ കാട്ടിൽ കൊണ്ടുപോയി വിടും. വിദ്യാർത്ഥികൾക്കിടയിലും ഇതുമൂലം സുന്ദർ ഹീറോയാണ്. ഒരു ഉച്ച കഴിഞ്ഞ സമയം, 2:30 മണി. സുന്ദർ മയക്കത്തിൽ. അദ്ദേഹം സ്വപ്നം കണ്ടു ഉണർന്നു. അപ്പോഴേക്കും ഒരാൾ വന്നു പറഞ്ഞു, സുന്ദർ, കോളേജിലെ ബയോസയൻസ് ലാബിൽ വലിയൊരു മൂർഖൻ, വേഗം വരണം. അത് പോയി കാണും. ഇപ്പോൾ ദർശനത്തിന് പോകേണ്ട സമയമാണ്. സുന്ദർ ഉറക്കച്ചടവോടെ പറഞ്ഞെങ്കിലും വന്നയാൾ പറഞ്ഞു, ഗ്രാമീണർ അവിടെ കൂടിയിട്ടുണ്ട്, അവരതിനെ കൊല്ലും. സുന്ദർ വന്നിട്ടാകട്ടെ എന്ന് ഞാൻ പറഞ്ഞു. തന്റെ പ്രാധാന്യം ബോധിച്ചതിൽ സുന്ദറിന് ഗൂഢമായ സന്തോഷം. അദ്ദേഹം എഴുന്നേറ്റു. ഉറക്കം പൂർണ്ണമായും പോയിട്ടില്ല. ഷൂസ് ഇടാതെ തന്നെ വന്നയാൾക്കൊപ്പം യാത്രയായി. ഷൂസ് ഇടാതെ സാധാരണ അദ്ദേഹം പുറത്തു പോകാറില്ല. സുന്ദർ ലാബിലെത്തി. സുന്ദർ വന്നേ, ജനം ആർത്തു വിളിച്ചു. അദ്ദേഹം പാമ്പിനെ ശ്രദ്ധിച്ചു. വലിയൊരു മൂർഖൻ, ഏകദേശം 5.5 അടി നീളം, വലിയ പത്തി. താൻ കൈകാര്യം ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും വലിയത് തന്നെ. സുന്ദർ തന്ത്രപൂർവ്വം പാമ്പിനെ പിടിച്ചു. ജനം കൈയടിച്ചു. അതിന്റെ വാലിൽ പിടിച്ച് ഉയർത്തി തൂക്കി പിടിച്ച് എല്ലാവരെയും കാണിച്ചു. സർപ്പം പത്തി ഉയർത്താൻ കഴിയുന്നത്ര ശ്രമിച്ചുകൊണ്ടിരുന്നു. തൂക്കി പിടിച്ചിരിക്കുന്ന പാമ്പിന് ഒരു പരിധിയിൽ കൂടുതൽ തല ഉയർത്തി ചലിക്കാനാവില്ലല്ലോ. പലരും ഫോട്ടോ എടുത്തു. തന്റെ പ്രാധാന്യം സുന്ദർ ശരിക്കും ആസ്വദിച്ചു കൊണ്ടിരുന്നു. പിന്നീട് പാമ്പുമായി മലമുകളിലേക്ക്. ഹനുമാൻ സ്റ്റാച്യു നിൽക്കുന്ന കുന്ന്. അന്ന് അവിടെ ഹനുമാൻ പ്രതിമ നിർമ്മിച്ചിട്ടില്ല. കുട്ടികളും കൂടെ കൂടി. എങ്ങനെയാണ് പാമ്പിനെ പിടിക്കുന്നതെന്ന് കുട്ടികൾ ചോദിച്ചു. മലമുകളിലെത്തിയപ്പോൾ സുന്ദർ അക്കാര്യം വിശദീകരിക്കാൻ തുടങ്ങി. സുന്ദർ 5.5 അടി നീളമുള്ള വലിയ പത്തിയുള്ള മൂർഖനെ തൂക്കിപ്പിടിച്ചു. പിന്നെ മെല്ലെ അതിന്റെ ശിരസ് തറയിൽ തൊടുവിച്ചു. അത് വെപ്രാളപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാൻ ശ്രമിച്ചു. പക്ഷെ അതിന് പോകാനാവില്ലല്ലോ. നിലത്ത് കഷ്ടി തൊട്ടിട്ടുള്ള പാമ്പിന്റെ തലയിൽ നഗ്നമായ പാദം മെല്ലെ അമർത്തി സുന്ദർ പറഞ്ഞു, ഇതൊരു സാധു ജീവി. ഇങ്ങനെ മെല്ലെ ഇതിന്റെ പത്തിയിൽ പിടിച്ചാൽ, അമർത്തിയാൽ അത് കീഴടങ്ങും. മൃദുവായി പാദം മൂർഖന്റെ തലയിൽ വെച്ചുകൊണ്ട് സുന്ദർ സംസാരം തുടർന്നു. ഈ സമയം പ്രാണഭീതിയാൽ മൂർഖൻ പാദത്തിനടിയുള്ള തന്റെ തല അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിച്ചു. അതോടെ താഴെയുള്ള മണ്ണ് ഇളകി തെന്നിമാറി. അതോടെ മൂർഖന്റെ തല സ്വതന്ത്രമായി. അത് പെട്ടെന്ന് തല പുറത്തെടുത്ത് പാദത്തിൽ ആഞ്ഞു കൊത്തി. ഞൊടിയിടയിൽ എല്ലാം കഴിഞ്ഞു. സുന്ദർ അപകടം മനസ്സിലാക്കി. പക്ഷെ സംസാരം കേട്ടിരുന്ന ജനക്കൂട്ടം ഇതൊന്നും അറിഞ്ഞില്ല. കൊത്തേറ്റ വിവരം ആരും അറിയാതിരിക്കാൻ സുന്ദർ പറഞ്ഞു, ഇനി എല്ലാവരും പോയിക്കോളൂ. മൂർഖനെ കാട്ടിലേക്ക് വിട്ടിട്ട് സുന്ദറും സുഹൃത്തും ഹോസ്റ്റലിലേക്ക് മടങ്ങാൻ ശ്രമിച്ചു. സുഹൃത്തിനോട് പാമ്പ് കൊത്തിയ കാര്യം സുന്ദർ പറഞ്ഞു. ആശുപത്രിയിലേക്ക് പോകണ്ട എന്ന് തന്നെ സുന്ദർ പറഞ്ഞു. പക്ഷേ 100 അടി നടന്നതേയുള്ളൂ, വേദന തുടങ്ങി. ശരീരം മുഴുവനും കടുത്ത ചൂട് അനുഭവപ്പെടുന്നു. ഒരു ചുവട് വെക്കാൻ പോലും വിഷം ബാധിച്ചു തുടങ്ങി.
ആ അവസ്ഥ മൂലം ആശുപത്രിയിലേക്ക് പോകാൻ അവർ തീരുമാനിച്ചു. സുഹൃത്ത് എടുക്കാമെന്ന് പറഞ്ഞെങ്കിലും സുന്ദർ സമ്മതിച്ചില്ല. കണങ്കാലിൽ തുണി കീറി മുറുക്കി കെട്ടി ഒരു പ്രകാരത്തിൽ ആശുപത്രിയിലെത്തി. ഡോക്ടർ അൽ റജയാണ് അവിടെ ഉണ്ടായിരുന്നത്. കാര്യങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞാൽ അതേപടി സ്വാമിയെ അറിയിക്കും. അതിനാൽ സുന്ദർ സംഭവങ്ങൾ മറ്റൊരു വിധത്തിൽ അറിയിച്ചു. സോഷ്യൽ സർവീസിന് മലയിൽ പോയി. അതിനിടയിൽ പാമ്പ് കൊത്തി. ഡോക്ടർ ഉടൻ പരിശോധന അറിയിച്ചു. വിഷബാധയേറ്റ ലക്ഷണം അദ്ദേഹം പെട്ടെന്ന് മനസ്സിലാക്കി. പ്രതിവിഷം എടുക്കാൻ ചെന്നപ്പോൾ അലമാര പൂട്ടിയിരിക്കുന്നു. അതിന്റെ സൂക്ഷിപ്പുകാരൻ ദർശനത്തിന് പോയിരിക്കുന്നു. ഇനി മടങ്ങി വരുന്നത് 1 മണിക്കൂറെങ്കിലും കഴിഞ്ഞ്. ആള് വിട്ടാൽ പോലും 3/4 മണിക്കൂർ വേണ്ടിവരും. ഇവിടെ സുന്ദർ മരണവക്തത്തിലും. ഡോക്ടർ ഉടൻ തന്നെ ഈ വിവരം മുഖ്യ ആശ്രമാധികാരി ചിരഞ്ജീവി റാവുവിനെ ഫോണിൽ അറിയിച്ചു. ഈ വിവരം സ്വാമി അറിയിക്കാനും പ്രാർത്ഥിക്കാനും അപേക്ഷിച്ചു. കാരണം ഈശ്വരകൃപ കൊണ്ട് മാത്രമേ സുന്ദർ രക്ഷപ്പെടൂ എന്ന കാര്യത്തിൽ ഡോക്ടർക്ക് ഒരു സംശയവും ഉണ്ടായിരുന്നില്ല. ഈ സമയം സുന്ദർ മെല്ലെ മയക്കത്തിലാണ്ടു. അതിനിടയിൽ ക്ലോക്കിൽ സമയവും അദ്ദേഹം ശ്രദ്ധിച്ചു. ചിരഞ്ജീവി റാവു ദർശനത്തിലെത്തിയ ഭഗവാന്റെ മുന്നിൽ പരിഭ്രാന്തിയോടെ നിന്നു. ഭഗവാൻ ഗൗരവത്തിൽ കാര്യം തിരക്കി. വിനയപൂർവ്വം ഭയത്തോടെ അദ്ദേഹം പറഞ്ഞു, സ്വാമി, സുന്ദരയ്യരെ പാമ്പ് കുത്തി. സ്വാമി ഉടൻ ശക്തമായ സ്വരത്തിൽ പറഞ്ഞു, തപ്പ്, പാമ്പല്ല, മുള്ള്, മുള്ള്. തിരിച്ചൊന്നും പറയാനാവാതെ ചിരഞ്ജീവി റാവു മടങ്ങി. പിന്നീട് ഡോക്ടറെ വിളിച്ച് ഗൗരവത്തിൽ പറഞ്ഞു, പാമ്പല്ല, മുള്ളാണെന്ന് സ്വാമി പറഞ്ഞു. ഇനി ഇത്തരം അബദ്ധങ്ങൾ എന്നോട് വിളിച്ചു പറയരുത്. ഡോക്ടർ ആകെ ആശയക്കുഴപ്പത്തിലായി. വിഷബാധയേറ്റ സകല ലക്ഷണവും ശരീരത്തിലുണ്ട്. മൃതാവസ്ഥയിലാണ് സുന്ദർ. പക്ഷെ സ്വാമി പറയുന്നു മുള്ളുകൊണ്ടതാണെന്ന്. ഭഗവാന്റെ വാക്കുകൾ ഒരിക്കലും തെറ്റില്ല എന്നത് അനുഭവവുമാണ്. ഡോക്ടർ പ്രാഥമിക പരിചരണം തുടങ്ങി. ഏകദേശം 55 മിനിറ്റ് കഴിഞ്ഞപ്പോൾ സുന്ദർ കണ്ണു തുറന്നു. 5 മിനിറ്റ് താൻ മയങ്ങിപ്പോയെന്ന് സുന്ദർ കരുതി. ക്ലോക്കിൽ നോക്കിയപ്പോൾ 55 മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇത്രയും സമയം തനിക്ക് കിട്ടിയിരിക്കുന്നത് പുനർജന്മം തന്നെയെന്ന് തിരിച്ചറിഞ്ഞ നിമിഷങ്ങൾ. സുന്ദർ കണ്ണു തുറന്നു. ഡോക്ടർക്ക് ആശ്വാസമായി. സുന്ദറെ നോക്കി ആശ്വാസത്തോടെ ഡോക്ടർ പറഞ്ഞു, നീ കള്ളം പറഞ്ഞു. പാമ്പ് കടിച്ചല്ലോ എന്ന്. നിന്റെ കാലിൽ മുള്ളുകൊണ്ടതാണ്. അല്ലെന്ന് പറയാൻ സുന്ദർ ശ്രമിക്കും മുമ്പേ ഡോക്ടർ പറഞ്ഞു, സ്വാമി പറഞ്ഞു അത് പാമ്പല്ല, മുള്ളാണെന്ന്. അതോടുകൂടി സുന്ദർ നിശബ്ദനായി. സ്വാമി പറഞ്ഞതിനപ്പുറം എന്തു പറയാൻ? പക്ഷെ തന്നെ മൂർഖൻ കൊത്തിയെന്ന് സത്യം. സുഖം പ്രാപിച്ച് സുന്ദർ ആശുപത്രി വിട്ടു. കാലിൽ പാമ്പ് കൊത്തിയ ഭാഗം കറുത്ത് കരിവാളിച്ച് പൊള്ളിയ പോലെ കിടക്കുന്നു. ദിവസങ്ങൾ കൊണ്ടാണ് മുറിവ് ഉണങ്ങിയത്. സുന്ദറിന്റെ കാലിൽ മുള്ളാണ് കൊണ്ടതെന്ന് സ്വാമി പറഞ്ഞ വിവരം എല്ലാവരും അറിഞ്ഞു. പാമ്പ് കൊത്തിയെന്ന് സുന്ദർ വെറുതെ പറഞ്ഞതാണെന്നും പലരും പറയാൻ തുടങ്ങി. വിവരം അറിഞ്ഞപ്പോൾ സുന്ദറിന് വിഷമം. ആളുകൾ സ്വാമി പറഞ്ഞതല്ലേ വിശ്വസിക്കൂ. താൻ കള്ളം പറഞ്ഞതല്ലെന്ന് സ്വാമിയോട് എങ്ങനെ പോയി പറയാൻ കഴിയും? അവസരം കിട്ടണ്ടേ? കാലം മുന്നോട്ട് നീങ്ങി. വർഷം 2 കഴിഞ്ഞു. ഒരിക്കൽ സ്വാമി സുന്ദറിനെ അഭിമുഖത്തിന് വിളിച്ചു. സംസാരമെല്ലാം കഴിഞ്ഞു. ഭഗവാൻ പാദനമസ്കാരം നൽകി. മുറിയിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ സ്വാമി ചോദിച്ചു, നിന്റെ കാലിന് എന്തു പറ്റി? എന്താണ് ആ പാട്? സുന്ദർ മടിച്ചു പറഞ്ഞു, സ്വാമി, പാമ്പ്. ഉടൻ സ്വാമി ശാസനാരൂപത്തിൽ പറഞ്ഞു, അല്ല, മുള്ള്, മുള്ള്. സുന്ദർ സ്വാമിയെ തിരുത്താൻ ശ്രമിച്ചു. പക്ഷെ ഭഗവാൻ മുള്ള് എന്നു തന്നെ ആവർത്തിച്ചു. സുന്ദർ ഒന്നും മിണ്ടാതെ തല താഴ്ത്തി മടങ്ങാൻ തുടങ്ങി. മുറിയിൽ നിന്ന് പുറത്തു കടക്കാൻ തുടങ്ങവേ ഭഗവാൻ പ്രേമപൂർവം വിളിച്ചു, ബംഗാരു, നീ എത്ര പ്രാവശ്യം പറഞ്ഞാലും ഞാൻ ആ വാക്ക് പറയില്ല. സുന്ദറിന്റെ മിഴികൾ നിറഞ്ഞൊഴുകി. അപ്പോഴാണ് സുന്ദർ ഒരു വലിയ സത്യം തിരിച്ചറിഞ്ഞത്. സ്വാമി എപ്പോഴാണോ അത് പാമ്പല്ല, മുള്ള് എന്ന് പറഞ്ഞത്, ആ നിമിഷം വിഷവീര്യം ശമിച്ചു തുടങ്ങി. വീണ്ടും താൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് അതുമൂലം. ഭഗവാന്റെ വാക്കുകൾ സത്യമായേ തീരൂ. അവിടുന്ന് എന്തു പറയുന്നുവോ അതാണ് സത്യം. സർപ്പദംശം സ്വാമി മുള്ളുകൊണ്ടതാക്കി. സുന്ദരയ്യർ തന്നെ പിൽക്കാലത്ത് പറയുകയുണ്ടായി, ഒരു ക്ലേശം ഉണ്ടാവുമ്പോഴാണ് നമുക്ക് നമ്മെ തന്നെ മനസ്സിലാവുക. അന്ന് പാമ്പ് കടിച്ചപ്പോൾ ഞാൻ ആദ്യം സ്വാമിയെക്കുറിച്ച് ചിന്തിച്ചതേയില്ല. അയ്യോ എന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത്. എത്ര ദുർബലമാണ് എൻ്റെ വിശ്വാസം എന്ന് എനിക്ക് മനസ്സിലായി. കാലം കുറെ കഴിഞ്ഞു. സുന്ദരം അയ്യരുടെ പിതാവ് പർത്തിയിൽ തന്നെയാണ് താമസം. ഭഗവാന്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹം സെൻട്രൽ ട്രസ്റ്റിന്റെ കണക്കുകൾ നോക്കുന്നു. പരിപൂർണമായും സ്വാമിയിൽ ശരണാഗതി നേടിയ ഒരു പുണ്യാത്മാവ്. അദ്ദേഹത്തിന് ഒരു ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ. ജീവിതാവസാനം വരെ പർത്തിയിൽ കഴിയണം. ചിത്രാവതി തീരത്ത് തന്റെ ശരീരം ദഹിപ്പിക്കണം.
ഒരിക്കൽ പർത്തിയിൽ നിന്നും കൊടൈക്കനാലിലേക്ക് പോകുമ്പോൾ സ്വാമി അദ്ദേഹത്തോട് പറഞ്ഞു, പോയി മകളെ കണ്ടിട്ട് വരൂ. ഭഗവാൻ പറഞ്ഞതുപോലെ അദ്ദേഹം മകളെ കാണാൻ യാത്രയായി. ആ യാത്രയിൽ ഹൃദയസ്തംഭനം മൂലം അദ്ദേഹം മരിച്ചു. ആശുപത്രിയിൽ ശരീരം അനാഥ പ്രേതം കണക്കെ കിടന്നു. വൈകിയാണ് ബന്ധുക്കളെ കണ്ടെത്താൻ അധികാരികൾക്ക് കഴിഞ്ഞത്. വിവരമറിഞ്ഞ് സുന്ദറും കുടുംബവും ആശുപത്രിയിലെത്തി. ശരീരം ഏറ്റെടുത്തു. ആചാരപ്രകാരം ചടങ്ങുകളെല്ലാം ചെയ്തു. പിതാവിന് ഉണ്ടായ അനുഭവം സുന്ദറിനെ വല്ലാതെ വിഷമിപ്പിച്ചു. ഭഗവാൻ അച്ഛന്റെ അവസാന ആഗ്രഹം സാധിച്ചു കൊടുത്തില്ലല്ലോ. പിതാവ് ജീവിതം മുഴുവനും ഭഗവാനെ സേവിച്ചു. എന്നിട്ടും ഇതാണല്ലോ ഫലം. ദുഃഖം കോപത്തിന് വഴിമാറി. സ്വാമിയോട് അതൃപ്തി തോന്നി. ശവസംസ്കാര ചടങ്ങുകളെല്ലാം കഴിഞ്ഞു. സുന്ദർ ഭഗവാന് ടെലഗ്രാം ചെയ്തു. മരണാനന്തര ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് സുന്ദർ വൈറ്റ്ഫീൽഡിൽ എത്തി. സ്വാമി അപ്പോൾ കൊടൈക്കനാലിൽ നിന്ന് അവിടെ എത്തിയിരുന്നു. സുന്ദർ ദർശനത്തിന് ഇരുന്നു. ഭഗവാൻ അരികിലെത്തി. പാദനമസ്കാരം എടുക്കാൻ സ്വാമി അരുളി. പിന്നീട് സ്വാമി ചോദിച്ചു, നിന്നോട് വിദ്യാർത്ഥികളെല്ലാം പറഞ്ഞുവോ? ഇല്ല എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു. ഞാൻ ദർശനം കഴിഞ്ഞു വരാം, നീ കുട്ടികളോട് സംസാരിക്കൂ. ഇത്രയും പറഞ്ഞ് ഭഗവാൻ നടന്നു നീങ്ങി. വിദ്യാർത്ഥികൾ സുന്ദറിന് അരികിലെത്തി. അതിലൊരാൾ ഡയറി തുറന്ന് ഒരു ദിവസം ചൂണ്ടിക്കൊണ്ട് ചോദിച്ചു, സർ, ഈ ദിവസത്തിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? സുന്ദർ പറഞ്ഞു, ഈ ദിവസമാണ് അച്ഛൻ മരിച്ചത്. എന്തേ? ആ വിദ്യാർത്ഥി പറഞ്ഞു, നോക്കൂ, ഇതിൽ കുറിച്ചിരിക്കുന്ന സമയത്ത് സ്വാമി ഞങ്ങളോട് പറഞ്ഞു, സുന്ദറിന്റെ പിതാവ് എൻ്റെ അരികിലെത്തി. അത് കേട്ട് സുന്ദർ ഞെട്ടി. കൃത്യം ആ സമയത്തായിരുന്നു പിതാവ് മരിച്ചത്. അപ്പോഴേക്കും ദർശനം കഴിഞ്ഞ് സ്വാമി എത്തിയിരുന്നു. നിറമിഴികളോടെ സുന്ദർ ഭഗവാനെ നമസ്കരിച്ചു. സ്വാമി പറഞ്ഞു, നിന്റെ അച്ഛൻ എന്നോട് ആവശ്യപ്പെട്ടത് പർത്തിയിൽ വെച്ചുള്ള മരണവും ചിത്രാവതി തീരത്ത് ശവദാഹവും. പക്ഷെ ഞാൻ അവന് സമ്മാനിച്ചത് എന്റെ പാദങ്ങളും. ശരീരം എവിടെ വെച്ച് ദഹിപ്പിച്ചാൽ എന്താ? ഇത്രയും അരുളി സ്വാമി നടന്നു നീങ്ങി. ഭഗവാന്റെ കാരുണ്യമോർത്ത് സുന്ദർ മൗനം പൂണ്ടിരുന്നു. ഒരിക്കലും ഈശ്വരന്റെ പ്രവർത്തനങ്ങളെ നമ്മുടെ അല്പബുദ്ധി കൊണ്ട് അളക്കരുത്. ത്രികാലജ്ഞാനിയായ അവിടുന്ന് നല്ലത് മാത്രമേ നമുക്ക് നൽകൂ. ഈ ഉറപ്പാണ് നാം നേടിയെടുക്കേണ്ടത്. അതിനായി ഭഗവാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. ഓം തത് സത്.